പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജിഷന്റെ അടുത്ത് അനുമോള് പറയാണ്, ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് അനുമോള് പറയാണേ. കള്ളമാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല. ആദിലെ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് പോയി എന്ന് ആര്യനും അക്ബറും ഒക്കെ നിന്ന് സംസാരിക്കുകയാണ്. അക്ബർ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ അക്ബർ പോകുന്നു. അതായത് അക്ബറിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അക്ബറിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി അനുമോള് PR-ന്റെ അടുത്ത് പറയാനായിട്ട് ആദിലയുടെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചു എന്നൊക്കെയാണ്. എൻ്റെ പൊന്നാദില, ഞാൻ കട്ടപ്പയെന്നൊന്നും വിളിക്കുന്നില്ല. കട്ടപ്പയ്ക്ക് പറയാൻ ഒരു നിവർത്തികേടെങ്കിലും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. പോട്ട്. അപ്പോൾ ഇതിനകത്ത് ആദില മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നല്ല ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ആദില. പോകുന്നതിന് മുമ്പ് കൂട്ടുകാരി ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആദിലയും നൂറയും കൂടെ കൂട്ടുകാരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാന അടവ് 19ാമത്തെ അടവെടുത്തങ്ങ് ഇട്ടു. കൂട്ടുകാരിയുമായി നല്ല ബന്ധത്തിലായിരുന്ന സമയത്ത് പറഞ്ഞതെല്ലാം എടുത്തങ്ങോട്ട് ഇട്ടു. എന്നിട്ട് അങ്ങ് നന്മമരമായി. അത്രേ ഉള്ളൂ. പറഞ്ഞു കേട്ടിടത്തോളം ഈ പറഞ്ഞ പോലെ അല്ല, ആദില പറഞ്ഞ പോലെ അല്ല അനുമോള് പറഞ്ഞത്. ഇവരതിനെ വളച്ചൊടിച്ചതാണെന്ന് തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും തോന്നിയത്. അക്ബർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവർ പറയുന്നതെല്ലാം സത്യമാണെന്നാണ്. സത്യത്തിൽ അക്ബറിനെയും കുറ്റം പറയാൻ പറ്റില്ല. പുള്ളിയും അനുമോളും ഒക്കെ ഇത്രയും ദിവസം പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ അവിടെ നിൽക്കുകയാണ്. പുറത്തിറങ്ങി വന്ന ആൾക്കാരുടെ ഡേർട്ടി ഗെയിമും അകത്ത് നിൽക്കുന്ന തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ പല കണ്ടസ്റ്റൻസും കളിക്കുന്ന വൃത്തികെട്ട കളിയുമൊന്നും അക്ബറിനും അനുമോൾക്കും മനസ്സിലാവുന്നുണ്ടാവില്ല. ഒന്നും പറയാനില്ല. എന്തായാലും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ തന്നെയാണ് അനുമോൾക്ക് കിട്ടിയത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ അവരോട് തുറന്നു പറയൂ. അതായത് അനുമോൾക്ക് രഹസ്യങ്ങളും അല്ലെങ്കിൽ വിലപ്പെട്ട സാധനങ്ങളും ഒന്നും സൂക്ഷിക്കാൻ ബാങ്ക് ലോക്കർ പോലും വേണ്ട. കാരണം ഏറ്റവും മികച്ച ലോക്കർ എന്ന് പറയുന്നത് ആദിലയുടെയും നൂറയുടെയും മനസ്സാണല്ലോ. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളും അറിയില്ല, ആർക്കും തുറക്കാനും പറ്റില്ല. അതാണല്ലോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നേ.